നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. KPCC പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുത്തതിലുള്ള അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ് കെ സുധാകരൻ എംപിയും കെ മുരളീധരനും. ഹൈക്കമാൻഡ് വിളിച്ച യോഗത്തിൽ നിന്നും അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇരുവരും മാറി നിൽക്കുന്നത്. തിരുവനന്തപുരത്തുള്ള കെ സുധാകരൻ കണ്ണൂരിലേക്ക് മടങ്ങും. ഒന്നാമതേ ഹൈക്കമാൻഡ് ചെവിക്ക് പിടിച്ച് പുറത്താക്കിയതിലുള്ള അമർഷത്തെ തുടർന്നാണ് ഈ മാറി നിൽക്കൽ. ഗർജിക്കുന്ന സിംഹമായി എത്തിയ കെ സുധാകരനെ പല്ലുകൊഴിഞ്ഞ സിംഹമായി എടുത്തം കളഞ്ഞു. AICC ആസ്ഥാനത്ത് ചേരുന്ന യോഗത്തിലാണ് നേതാക്കളുടെ പ്രതിഷേധം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരാണ് പുതിയ ടീമുമായി ചർച്ച നടത്തുക. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് MLA, വർക്കിംഗ് പ്രസിഡന്റുമാരായ PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ, AP അനിൽകുമാർ, UDF കൺവീനർ അടൂർ പ്രകാശ്, മുൻ KPCC അധ്യക്ഷന്മാർ, കേരളത്തിൽ നിന്നുള്ള വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർക്കാണ് യോഗത്തിലേക്ക് ക്ഷണമുള്ളത്. എന്തായാലും ഈ സമയത്ത് മറ്റൊരു കാര്യവും പറയാതിരിക്കാനായില്ല. കോൺഗ്രസ്സുകാരുടെ ഫോട്ടോയ്ക്കായുള്ള മത്സരം. എവിടെ എന്ത് പരിപാടിക്ക് ചെന്നാലും കോൺഗ്രസ്സുകാർക്ക് ഫോട്ടോ മസ്റ്റാണ്. പരിപാടിയുടെ പ്രാധാന്യമൊക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യം പരിപാടിക്ക് എത്തിയെന്ന് കാണിച്ചൊരു ഫോട്ടോ എടുക്കട്ടെ. ഇല്ല, ആരും അറിഞ്ഞില്ലല്ലോ പരിപാടിക്ക് വന്നത് എന്നാണ്. എന്തായാലും കോൺഗ്രസിൻ്റെ വേദികൾ കാണുമ്പോൾ ആ പരിപാടിയുടെ മുഴുവൻ ഗൗരവവും പ്രാധാന്യവും അങ്ങ് ചോർന്നു പോകും. പകരം ഒരാൾക്കൂട്ടവും ഫോട്ടോയിൽ പതിയാനുള്ള പരക്കം പാച്ചിലുമെല്ലാം ചേർന്നൊരു കോമഡിയായി അങ്ങ് മാറും. സ്റ്റേജിലാണെങ്കിൽ ലൊട്ടിലൊടുക്ക് നേതാക്കന്മാരെ വരെ സ്റ്റേജിൽ ഇരിപ്പിടം നൽകി പിടിച്ചിരുത്തിയിട്ടുണ്ട്. കേരളത്തിൽ ജയിച്ച MPമാരും തോറ്റ MLAമാരും എന്തിന് കുത്തിത്തിരികി സ്റ്റേജിലേക്ക് കയറിയിരിക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് മാത്രം ഈ സ്റ്റേജിൽ ഇടം കൊടുത്താൽ പോരെ. പിന്നെ കാണാൻ സാധിച്ചതോ കുറേ തുരപ്പന്മാർ പ്രസംഗിക്കുന്ന ആളിൻ്റെ പിറകിൽ ചുമ്മാ ക്യാമറയെ നോക്കിക്കൊണ്ട് എന്തിനാ നിൽക്കുന്നത്, എന്താണെന്ന് അവിടെ അവരുടെ റോള് ബോഡി ഗാർഡ്സ് ആണോ എന്നും കണ്ടിട്ട് തോന്നുന്നില്ല. കാണുന്നവർക്ക് എത്ര അസഹനീയമായിരിക്കും ആ കാഴ്ച എന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? ആ പാർട്ടിയുടെ ഗൗരവം ഇല്ലാതാക്കുന്നതാണ് ആ കാഴ്ച. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ കോൺഗ്രസിനെ ഓർത്ത ആളുകൾ ചിരിക്കുകയാണ്. ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഈ പാർട്ടിയെ നാണം കെടുത്താൻ നിങ്ങൾ അനുവദിക്കരുത്. കേരളത്തിലെ കോൺഗ്രസിന്റെ കഴിഞ്ഞ കുറേ നാളുകളിൽ സംഭവിച്ച തെറ്റുകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ അണികളിൽ ഊർജം പകർന്നുകൊണ്ട് ഹൈക്കമാൻഡും കോൺഗ്രസ് നേതൃത്വവും KCയും വിശിഷ്യ പ്രതിപക്ഷ നേതാവും ചേർന്നുകൊണ്ട് എടുത്തൊരു നല്ല തീരുമാനം. പുതിയ KPCC പ്രസിഡന്റിനോടും കൂടെയുള്ള വർക്കിംഗ് പ്രസിഡന്റുമാരോടും ചെറിയൊരു അഭ്യർത്ഥന: കോൺഗ്രസ് പാർട്ടിയെ ഒരു ആൾക്കൂട്ടമാക്കി മാറ്റരുത്. ഇപ്പോൾ അങ്ങനെയാണ്. പകരം ആദ്യം അതിനെ ഒരു പാർട്ടിയാക്കിയെങ്കിലും മാറ്റണം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.